Hello everyone, ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. ഒരേ ഒരു ഹോബി നമ്മുടെ ബ്രെയിനിനെ റിവയർ ചെയ്യാൻ, നമ്മുടെ ലൈഫിലെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു ഹോബി ഉണ്ട്, അതാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലായതുകൊണ്ട് തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതുക എന്നുള്ളത് ഒട്ടും തന്നെ നമ്മൾ ആരും ആവശ്യമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പൊതുവിൽ കരുതുന്നത്. എന്നാൽ എഴുതുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്രെയിനിനെ റിവയർ ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഈ എഴുതുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഈ റൈറ്റിംഗ് എന്നുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ മെമ്മറൈസ് ചെയ്യണം, അല്ലെ? ആ ഒരു കാര്യം എന്താണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതായത് അവിടെ നമ്മുടെ തോട്ട് വർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷൻസ്, ഇതിനെയൊക്കെയുമാണ് നമ്മൾ ഒരു ലാംഗ്വേജ് ഫോമിലേക്ക് കൊണ്ടുവന്ന് ഒരു പേപ്പറിലേക്ക് എഴുതുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മെന്റൽ പ്രോസസ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ പല ഏരിയകളും ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു കാര്യം നമ്മൾക്ക് എഴുതണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആലോചിക്കാതെ നമുക്ക് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്, എന്താണ് എഴുതാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും. അപ്പൊ അവിടെ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിൻ ഏരിയകളോ വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിൻ ഏരിയകൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമ്മളുടെ മോട്ടോർ ആക്ടിവിറ്റി ആണ് അവിടെ നടക്കുന്നത്. കൈകൾ കൊണ്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷനും വിഷ്വൽ ഏരിയയും ബ്രെയിനിലെ അത് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പൊതുവിൽ നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയമാണ് എന്തെഴുതണം എന്നുള്ളത്. പൊതുവില് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഒരുപാട് പ്രയോജനം തരുന്ന ഒന്നാണ്. ഇന്ന് നമുക്കൊക്കെ പൊതുവിൽ എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൺവേ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യും. ഇനി അതല്ല ടൈപ്പ് ചെയ്യേണ്ടതാണ് എങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ആണെങ്കിലും ടൈപ്പ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ പൊതുവിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുക എന്നുള്ള ഒരു ശീലം തന്നെ നമുക്കൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒന്നാണ്. നമ്മൾ ഡെയിലി അന്ന് നടന്ന കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിൽ ഓരോ ദിവസത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയും ഒരു ഡയറി പോലെ അല്ലെ ഒരു നോട്ട്ബുക്കിലാണെങ്കിലും എഴുതുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അല്ല എങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവിൽ വളരെയധികം ബെനിഫിറ്റ് തരുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്. നന്ദി നമ്മൾ പറയുന്നതിനേക്കാൾ ഏറെ ബെനിഫിറ്റ് ആണ് നമ്മളുടെ ഓൺ ഹാൻഡ്സ് ഉപയോഗിച്ച്, കൈകളിൽ ഉപയോഗിച്ച് നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും എഴുതുന്നത് എന്നുള്ളത്. അല്ല എങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയും ഏറ്റവും അധികം നമ്മുടെ ലൈഫിൽ പ്രയോജനം തരുന്ന ഒരു മേഖലയുമാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ വരികയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷൻ വരികയാണ്. നമുക്ക് അധികം ഒന്നും എഴുതാൻ പറ്റുന്നില്ല എങ്കിലും ആ ഒരു ഇമോഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതെങ്കിലും ഒന്ന് ലേബൽ ചെയ്യുക, ഒന്ന് എഴുതാനായിട്ട് നമ്മളൊന്ന് തയ്യാറാവുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് വല്ലാത്ത ഒരു ദേഷ്യമാണ് തോന്നുന്നത്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന കാര്യം ഉണ്ടായെങ്കിൽ നമ്മുടെയൊക്കെ പൊതുവിൽ ഒരു ടെൻഡൻസി എന്ന് പറയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പലപ്പോഴും റിലേഷൻഷിപ്പിനെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ഇവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ഇമോഷൻ ആണ് അല്ലെ ഒരു എന്ത് ഫീലിങ്സ് ആണ് ആ ഒരു സമയം തോന്നിയത് എന്ന് ഒരു ചെറിയ ഡയറിയോ വല്ലോ നമ്മൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ കരുതിയാൽ, പ്രത്യേകിച്ചും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ഒക്കെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഒരു ചെറിയൊരു പോക്കറ്റ് ഡയറി എപ്പോഴും കയ്യിൽ കീപ്പ് ചെയ്യുക. നമുക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എനിക്കിപ്പോ വല്ലാത്ത ദേഷ്യം തോന്നുന്നു എന്നുള്ള ഒരു ഒറ്റ സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ തന്നെ അവിടെ ഒരു ഡിലേ ആണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ആ വ്യക്തിയോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം
നമ്മൾ ആ ഒരു സമയം ഒരു ഡിലേ വരുത്തുകയാണ് ചെയ്യുന്നത്. അല്ലെ എഴുതുന്നതിന് വേണ്ടി സമയം മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് ആ റിയാക്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമുക്ക് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇമോഷൻ എന്താണ് എന്നുള്ളത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലേബൽ ചെയ്യുകയാണ്. സ്വയം മനസ്സിലാക്കി അത് ഒരു ഒറ്റ സെന്റൻസിൽ എഴുതിയാൽ പോലും ആ ഒരു ഇമോഷനെ മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ അലട്ടുന്ന ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാകാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അല്ലാതെ കാണുന്ന ഒരു ആസ്പെക്റ്റിലായിരിക്കില്ല ഒന്ന് തിങ്ക് ചെയ്ത് എഴുതാൻ തുടങ്ങുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ കാണുന്നതുമായിട്ടുള്ള രീതി. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരാളോട് വല്ലാത്തൊരു ദേഷ്യം കാണും. ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ നമ്മളോട് പെരുമാറിയത് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വൈരാഗ്യം നമ്മൾ ഇപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുകയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് ആ ഒരു സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചതെന്ന് തിങ്ക് ചെയ്തിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും ആ വ്യക്തി അത് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മളുടെ ആ ഒരു ചിന്തയെ മാറ്റാനൊക്കെ എഴുതുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യവും നമ്മൾ ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ചെറിയ ചെറിയ സ്റ്റെപ്പ്, ഇന്ന് ഞാൻ എൻ്റെ ആ ഒരു ഗോള് ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നേട്ടം, അതിലേക്കുള്ള ആ ഓരോ സ്റ്റെപ്പുകളും ഓരോ ദിവസവും ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ എഴുതുന്നത് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ എഴുതുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ശീലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഡെയിലി നമ്മൾ ഇങ്ങനെ എഴുതുന്ന ശീലം, അത് ജേർണൽ ആകാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളാവാം. ആദ്യമൊക്കെ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഇതിനുവേണ്ടി ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മാറ്റി വെക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അത് ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല ഒരു മാറ്റവും നല്ലൊരു ക്ലാരിറ്റിയും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ എടുക്കാനായിട്ട് ഈ ഒരു ശീലം നമ്മെ സഹായിക്കും.